ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബീഫും പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ, ബീഫും പൊട്ടറ്റോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിന് വേണ്ടി 1 കിലോ ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് രണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പൊട്ടറ്റോനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു തക്കാളി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ബീഫിൻ്റെ കൂടെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി കേട്ടോ. ഈ ഒരു മസാല ഞാൻ അതിലേക്ക് ചേർക്കുന്നതുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉലുവ കേട്ടോ. അതുപോലെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് വേവാൻ ആവശ്യമില്ല വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 4 വിസിൽ വരുന്നത് വരെ ഞാൻ അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ രാവിലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഉള്ളിയും തക്കാളിയും വഴറ്റി ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല. 2 പൊട്ടറ്റോ ഉണ്ടെങ്കിൽ, കുറച്ച് ബീഫ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിൻ്റെ റെസിപ്പി കേട്ടോ. ടേസ്റ്റിലാണെങ്കിൽ ഒട്ടും കുറവില്ലാത്തൊരു കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സിമ്പിൾ റെസിപ്പി ആയിരുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതിന് മുമ്പായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക കേട്ടോ.